യേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാനൊന്ന് മിഷൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. ഇത് അച്ഛൻ്റെ മിഷനാണ്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്ലീൻ ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ട് മിഷൻ്റെ അടുത്ത്. മിന്നൊക്കെയുള്ള ഡ്രസ്സ്, വർക്കൊക്കെയുള്ള ഡ്രസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് അതൊക്കെ പോയി പെടാനും അതൊക്കെ നൂലൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് അതൊക്കെ പോയി പെടാൻ സാധ്യതയുള്ള ഒരു സ്ഥലമുണ്ട്. അതെവിടെയാണെന്നും അതെങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിക്കുന്നത്. നമുക്ക് സ്ക്രൂ ഡ്രൈവർ നിർബന്ധമായിട്ടും വേണ്ടതാണ് കേട്ടോ. ഇതുപോലെ ഈ ഒരു ബ്രഷ് അത് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നമുക്ക് തുണി വെച്ചിട്ടും ചെയ്യാം. പക്ഷേ ഈ ഒരു ബ്രഷ് വെച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന സ്ഥലം എന്ന് വെച്ചാൽ ഇതാ നമ്മുടെ ഈ പല്ലിൻ്റെ അടുത്തുള്ള ഈ ഒരു ഇതാണ് കേട്ടോ. ഇത് നമ്മൾ ചെയ്യുന്ന ഒരു 1-2 മാസം കൂടുമ്പോൾ, അപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒരു മാസത്തേക്ക് ഒരിക്കലൊക്കെ ചെയ്യാം. ഇടയിലിടയിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ 1-2 മാസം കൂടുമ്പോഴെങ്കിലും ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇതിൻ്റെ ഇവിടുത്തെ ഈ ഒരു സ്ക്രൂ ഇല്ലേ, ഈ ഒരു സ്ക്രൂ ഇളക്കിയെടുക്കുക. 2 സൈഡും സ്ക്രൂ ഉണ്ടാവും. ആ ഒരു സ്ക്രൂ ഇതിലിപ്പോൾ എത്ര പോരെ പൊടി ഉണ്ടെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, അച്ഛൻ്റെ മിഷനാണ്. ഞാനങ്ങനെ ക്ലീൻ ആക്കൽ കുറവാണ്. എൻ്റെ മിഷൻ ഉള്ള സമയത്ത് ഞാൻ ഇത് കണക്ക് മാസത്തിൽ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനിതൊന്നും ക്ലീൻ ചെയ്യലുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് മിഷൻ ക്ലീൻ ചെയ്തിട്ട് എവിടെയൊക്കെ ഓയിൽ കൊടുക്കേണ്ടതെന്നൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഈ ഒരു സ്ക്രൂ ഒന്ന് എടുക്കാം കേട്ടോ. ഈ സ്ക്രൂ എടുത്തതിന് ശേഷം നമുക്ക് ഇത് എടുത്തു കൊടുക്കാം. അതിന് ഇത് കുറച്ച് ഈ പ്ലേറ്റ് കുറച്ചും കൂടി ഇതുപോലെ നീക്കി കൊടുത്താൽ നമുക്കിത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ കുറച്ച് നീക്കി കൊടുത്താൽ മതി. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല എത്രമാത്രം പൊടിയുണ്ടെന്നുള്ളത്. കണ്ടില്ലേ ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ ഉൾവശത്തുണ്ടായത്. ഇതുപോലെ ഒരുപാട് പൊടി കണ്ടില്ലേ, ഇതുപോലെയൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ സ്റ്റിച്ചൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട്. പിന്നെ ഈ സ്ക്രൂ കളയാൻ പാടില്ല, നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കേണ്ടത്. അത് സേഫായിട്ട് ഒരു സ്ഥലത്തും എടുത്ത് വെക്കുക കേട്ടോ. ഇതുപോലെ ഇതിലൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നമുക്ക് ഇതുപോലത്തെ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാം നല്ലവർ തുണി വെച്ചിട്ട് ചെയ്താൽ മതി. പക്ഷേ ബ്രഷാകുമ്പോൾ നമുക്കത് ഇതിൻ്റെ ഇടയെന്നൊക്കെ നമുക്കത് ഇതുപോലെ അഴുക്കെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെയൊക്കെ നമ്മൾ ഇതിൻ്റെ ഈ പല്ലൊക്കെ ക്ലീൻ ചെയ്യണം. ഈ പല്ല് ഞാൻ കഴിക്കാറില്ല കേട്ടോ. ഇതൊക്കെ കഴിച്ചിട്ടൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ കഴിക്കാറില്ല. കാരണം എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അതെടുത്ത് കഴിഞ്ഞിട്ട് പക്ഷേ ഇടാൻ പറ്റിയില്ലെങ്കിൽ ആകെ ഇടങ്ങേറായിപ്പോവും. അതുകൊണ്ട് അതിൻ്റെ ഇടയിലേ കൂടിയൊക്കെ ഇതുപോലെ കണ്ടില്ല ഒരുപാടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഉൾവശത്തും ഉണ്ട് കേട്ടോ. താഴത്തേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. ഇതിൻ്റെ ഉള്ളിലായിട്ട് കണ്ടില്ലേ, ഇവിടെയൊക്കെ ഒരുപാട് പൊടികളുണ്ട്. നമ്മൾ ക്ലീൻ ചെയ്യാതെ ഇരിക്കുന്നുണ്ട്. ഇത് നമ്മൾ ക്ലീൻ ചെയ്യാതെയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റിച്ചൊക്കെ ഇടയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല കേട്ടോ. അതിങ്ങനെ സ്റ്റിച്ച് ലോങ്ങും ഷോർട്ടൊക്കെ വരും. അതുപോലെ അത് ഈ പൊടിയൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ട്. നമ്മൾ മെഷീൻ എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്തിട്ട് യൂസ് ചെയ്യും. അതുപോലെ ഓയിലൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ മെഷീനൊന്നും കേടുവരാണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലത്തെ ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വൃത്തി ചെയ്യാം. കാരണം ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഇടയിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ബ്രഷ് തന്നെ വേണം. അല്ലാണ്ട് നമുക്ക് കൈ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ, കൈ വെച്ചിട്ട് നമ്മൾ തുണി കൊണ്ട് ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ ഇടയിലൊക്കെ കൈയൊക്കെ ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതുപോലത്തെ ഒരു ബ്രഷ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസാണ്. നമുക്ക് ഈ ഇതുപോലെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ബോബിൻ കേസിൻ്റെ സൈഡിലും ഇടുന്നതിൻ്റെ അടുത്തൊക്കെ ഒരുപാട് പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കിത് ഇതുപോലെ ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഓയിലും കൂടി കൊടുക്കാം കേട്ടോ. ഈ എന്താ നമ്മൾ ഇത് അയച്ചില്ലേ, അപ്പോൾ അവിടെ ഓയിലും കൂടി കൊടുക്കുക. അപ്പോൾ ഓയിൽ ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ കൊടുക്കുന്നില്ല കേട്ടോ. ഓയിൽ കഴിഞ്ഞിട്ടാണുള്ളത്. എല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഓയിൽ കൊടുക്കാം കേട്ടോ. ഓയിലില്ലാത്ത കാര്യം എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇതിപ്പോൾ ഓയിലിപ്പോൾ അച്ഛൻ മിക്സാക്കി വെക്കുന്ന ഓയിൽ, അത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നില്ല. എന്തൊക്കെയോ കൂട്ടി മിക്സ് ചെയ്തിട്ടാണ് മെഷീൻ യൂസ് ചെയ്തത്. നമുക്ക് ഇതുപോലത്തെ ഓയിൽ കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ചിട്ട് ചെയ്താലും മതി. ഞാനൊക്കെ അതാ ചെയ്യൽ. പക്ഷേ അച്ഛൻ്റെ മെഷീനിൽ അച്ഛൻ ആ ഒരു ഓയിൽ മിക്സ് 2 എന്തോ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതൊന്നും കറക്റ്റ് എനിക്കറിയില്ല. ഞാൻ ഓയിൽ ഉണ്ടെന്ന് വിശ്വാസത്തിൽ എന്തൊക്കെ ഊരിയത്. ഇപ്പോൾ നോക്കുന്ന സമയത്ത് വന്നിട്ട് ഓയിലില്ലാതെ. എന്നാലും ഞാൻ പറഞ്ഞുതരാം കേട്ടോ എവിടെയൊക്കെയാണ് ഓയിൽ കൊടുക്കേണ്ടതെന്നില്ല. ഇത് ഈ ഒരു പല്ലില്ലേ, ഇവിടെ നമുക്ക് ഓയിൽ കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എന്താ ചെയ്യാം, ഇതുപോലെ തന്നെ ഉണ്ടായതുപോലെ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഈ 2 സ്ക്രൂ ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ടിട്ട് കൈ കൊണ്ട് നമുക്ക് എത്ര പോലെ ഇട്ട് കൊടുക്കാൻ പറ്റും അത്ര പോലെ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഞാൻ ഓയിൽ കൊടുക്കേണ്ട സ്ഥലങ്ങൾ കാണിച്ചു തരാം.
കൊടുക്കുന്ന സമയത്ത് ഇതാ ഇവിടെ കൊടുക്കണം. ഇവിടെയെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിത് ഇതുപോലെ 2 ഡ്രോപ്സ് ഒറ്റിച്ച് കൊടുത്താൽ ഇതിലേ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇവിടെ ഫില്ലാവും. ഇതിൽ ഉള്ളിലേക്ക് ഇറങ്ങി പോകും. അല്ലാണ്ട് ഇവിടെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒഴുകി വരും. അതിന് പകരം ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ ഓയിൽ ഇട്ട് കൊടുത്താൽ മതി. അതിങ്ങനെ ഇളകി വരും കേട്ടോ. പിന്നെ ഇത് ഈ കാണുന്ന ഹോൾസിലൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. ഹോൾസൊക്കെ കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുക, ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുക. പിന്നെ ഈ താഴത്തിൽ ഈ ഹോൾസിലൊക്കെ കൊടുക്കുക. ഇതൊക്കെ മുകൾ വശത്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ചവിട്ടിയിട്ടൊക്കെ അടിക്കുന്നവരാണെങ്കിൽ, ഈ വീല് കറങ്ങുന്നവരാണെങ്കിൽ ഇതുപോലെ കൊടുക്കണം. എല്ലാവരും മോട്ടറിലവരും കൊടുക്കേണ്ടതാണ്. ഇവിടെയൊക്കെ ഈ ഒരു വീലിൻ്റെ ഒക്കെ കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതാ ഈ ഒരു സാധനമില്ലേ, ഈ ഒരു സാധനം ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചിട്ട് ഇതൊന്നിങ്ങനെ സൈഡാക്കി എടുക്കുക കേട്ടോ. സൈഡാക്കി എടുത്തിട്ട് ഇതാ ഇതിൻ്റെ ഉള്ളിലേക്കും ഓയിലാക്കുക. ഇപ്പോൾ ഓയിലില്ലാത്തതുകൊണ്ട് കാണിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ മെഷീൻ ഇതുപോലെ ഒന്ന് പൊക്കിയെടുക്കാൻ കേട്ടോ മോനെ. ഇത്ര പൊടി നമുക്ക് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ നമുക്ക് കറക്റ്റായിട്ട് ക്ലീൻ ആക്കുന്ന പ്രശ്നമില്ല. ഇറുക്കിലും മൊത്തം ഉണ്ട് കേട്ടോ. ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഇനി നമ്മൾ എവിടെ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ ഈ വീലിങ്ങനെ നമ്മൾ കറങ്ങുന്ന സമയത്ത് നമുക്ക് എവിടെയാണോ ഇതിൻ്റെ ഉൾവശത്തൊരു ക്ലിയർ ആകുന്നുണ്ടോ, ലൈറ്റ് അടിക്കുന്നതിൻ്റെ ചെറിയ പ്രശ്നമുണ്ടെന്ന്. നമ്മുടെ ഈ വീലിങ്ങനെ കറക്കുമ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് കറങ്ങുന്നത് നോക്കാം. ഇതാ ഈ ഒരു ജോയിൻ്റ് ഉണ്ട്, ആ ഒരു ജോയിൻറ്റിൽ ഓയിൽ കൊടുക്കണം. പിന്നെ ഇതാ ഈ ഒരു ജോയിൻറ്റിൽ ഓയിൽ കൊടുക്കണം. പിന്നെ ഇതാ ഈ ഒരു ജോയിൻറ്റ് കൊടുക്കണം. പിന്നെ അവിടെ കാര്യമായിട്ട് നല്ലോണം കൊടുക്കണം. കണ്ടില്ലേ, ഇത് നമുക്കിങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ ഓയിൽ കൊടുക്കാമെന്നാൽ കുറച്ച് ടൈറ്റായിട്ട് വരും. നമ്മൾ ഓയിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കറക്റ്റായിട്ട് ഓയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ലൂസായിട്ട് കിട്ടും കേട്ടോ. അവിടെ കാര്യമായിട്ട് കുറച്ച് നല്ലോണം ഓയിൽ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള സ്ഥലങ്ങൾ വലിയ വേണമെന്നില്ല കേട്ടോ. ഞാൻ അവിടെ മാത്രമേ കൊടുക്കില്ല. ജസ്റ്റ് ഇങ്ങനെ അറിയാത്തവരാണെങ്കിൽ നമുക്ക് ഈ കൈ കൊണ്ട് ഈ വീലിങ്ങനെ തിരിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഇങ്ങനെ തിരിയുന്നത് കാണും. എവിടെയൊക്കെയാണ് തിരിയുന്നത് നോക്കി ആ ജോയിൻറ്റിലൊക്കെ നമുക്ക് ഓയിൽ ഇട്ട് കൊടുക്കാൻ അത്രേ കൊടുക്കല്. പിന്നെ ഇവിടെ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അവിടെ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു വേണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഞാൻ എപ്പെങ്കിലും കൊടുക്കുക. കാര്യമായിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു കറങ്ങുന്ന സ്ഥലത്താണ് കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് സെറ്റാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഓയിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ കാണിച്ചു തരാത്ത. എന്നാലും മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. നമുക്ക് കാര്യമായിട്ട് നമ്മൾ ക്ലീൻ ആക്കേണ്ട സ്ഥലം ഇതാണ് കേട്ടോ. ഇവിടെ എന്തായാലും ക്ലീൻ ആക്കണം കേട്ടോ. അവിടെ കറക്റ്റ് പൊടിയും കാര്യങ്ങളും ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ചൊക്കെ കറക്റ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കാര്യമായിട്ട് നമുക്ക് ഓയിൽ കൊടുക്കണം. ചവിട്ടിയിട്ടൊക്കെ അടിക്കുന്നവരാണെങ്കിൽ നമുക്കിത് ഈ ഒരു വീലിന് താഴ്വശം നോക്കണം കേട്ടോ. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. റൂം ക്ലീൻ ആക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ മിഷൻ ക്ലീൻ ആക്കിയിട്ട് റൂമും കൂടി ഒന്ന് ക്ലീൻ ആക്കി എടുക്കും. അപ്പോൾ ഞാൻ മോട്ടറിൽ അടിക്കുന്നതുകൊണ്ട് എനിക്ക് ഇതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചവിട്ടിയിട്ട് അടിക്കുന്നവരാണെങ്കിൽ നമുക്കിത് ഇവിടെ ഓയിൽ കൊടുക്കണം കേട്ടോ. ഇവിടെ ഓയിൽ കൊടുക്കണം. അതുപോലെ ഇതാ ഞാൻ പറഞ്ഞേ താഴെ നോക്കണ്ട കേട്ടോ. നല്ലോണം ഇതുണ്ട്. ഇവിടെയും കൊടുക്കണം, അതുപോലത്തെ ഇവിടെയും കൊടുക്കണം കേട്ടോ. നമ്മൾ ഇങ്ങനെ ചവിട്ടുന്നല്ലേ. അപ്പോൾ ആ ജോയിൻറ്റ് വരുന്നിടത്തൊക്കെ നമുക്ക് കൊടുക്കണം. അപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. മോട്ടറിൽ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാം. എന്നാലും ജസ്റ്റ് എപ്പോഴെങ്കിലുമൊക്കെ കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഇവിടെയൊക്കെ കൊടുക്കണം. ഇതൊക്കെ നല്ലോണം പൊടി കയറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ആക്കി എടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കൊടുക്കണം. അപ്പോൾ ചവിട്ടിയിട്ട് അടിക്കുന്നവരുടെ കാര്യം ഇത് പറഞ്ഞത്. എല്ലാം മോട്ടറിൽ അടിക്കുന്നവരാണെങ്കിൽ അപ്പം മോട്ടർ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴെങ്കിലും അവിടെയും കൂടി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഇതാണ് കേട്ടോ നമുക്ക് കൊടുക്കണ്ടേ. എല്ലാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.